ഹായ് ഹലോ ഗൈസ്. അപ്പോൾ നമ്മുടെ ബോയ്സ് സീസൺ 5 ലാസ്റ്റ് എപ്പിസോഡ് ഇറങ്ങി, എല്ലാം ഫിനിഷായി. പക്ഷെ ഒരു കാര്യം ചോദിക്കാണ്ട്, എന്ത് തേങ്ങക്കാണ് ഇതിൻ്റെ ഇടയിൽ കൂടെ ജെൻവി ഇറക്കി വിട്ടത് എന്നുള്ളൊരു കാര്യം ചോദിക്കാണ്ട്, ആത്മാർത്ഥമായ ചോദ്യം. എന്തിനാ ലോറി ഓടിക്കാനോ? സ്പോയിലേഴ്സ് ഉണ്ടോ? ഇപ്പോഴേ പറയാം. ലോറി ഓടിക്കാൻ വേണ്ടിയിട്ടോ ജെൻവിനെ കാണിച്ചേ? കോപ്പ് വെറുതെ ഇരുന്ന പടയിരുന്ന് കണ്ട എത്ര ടൈം കളഞ്ഞു ആ സീരീസ് ഇരുന്ന് കണ്ടിട്ട്. ഒരു കാര്യം വെറുതെ. അതൊക്കെ പോട്ടെ, ജെൻവി വിട്, സംഭവം കുഴപ്പമില്ല. യുനോ സീസൺ 5 ആവുമ്പോഴേക്കും അടിപൊളിയാക്കായിരുന്നു, കിണ്ണം കാശി ലെവലാക്കായിരുന്നു. കാരണം പോസ്റ്റേഴ്സ് ഒക്കെ നിങ്ങൾ കണ്ടിക്കണോ? കോമിക്കലെ പോലെ ഫുൾ സൂട്ട്സ് നടുവിൽ ഹോംലാൻഡർ, അതിന്റെ അഗെയിൻസ്റ്റ് ബുച്ചർ, കിട്ടില്ല സാധനം. സ്കോർച്ചഡ് എർത്ത് പറഞ്ഞിട്ട് ഹോംലാൻഡർ സ്പേസിൽ നിൽക്കുന്നു, ഭൂമി പൊട്ടിത്തെറിക്കുന്നു. ബജറ്റ് ഇല്ലാത്തോണ്ടാണോ എന്താണെന്ന് മനസ്സിലാവുന്നില്ല, അങ്ങോട്ട് ഇല്ലാണ്ടാക്കി കളഞ്ഞു. 7 എപ്പിസോഡ്സ് ഓഫ് ഫില്ലേഴ്സ്. അല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. ആദ്യത്തെ 2-3 എപ്പിസോഡ് നല്ല രസമുണ്ടായിരുന്നു. ഞാൻ സ്പോയിലറാന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ട്രെയിൻ മരിക്കുന്ന എപ്പിസോഡ്, അങ്ങനെ കുറച്ച് ഫസ്റ്റത്തെ 2 എപ്പിസോഡ് അങ്ങോട്ട് നല്ല രസമുണ്ടാവും. പിന്നെ ഫില്ലേഴ്സ്. 7ാമത്തെ എപ്പിസോഡിൽ എന്തൊക്കെയൊക്കെയോ നടക്കുന്നു വിചാരിച്ചു. സത്യം പറഞ്ഞു, എനിക്ക് ലാസ്റ്റ് എപ്പിസോഡിനെക്കാട്ടും കൂടുതൽ ടെൻഷൻ ഉണ്ടായിരുന്നത് 7th എപ്പിസോഡ് കാണുന്നേക്കാട്ടും മുമ്പേ. പഠിച്ചോനെ, ആരൊക്കെ പാടാവുന്നത്. അത് ഒരു ഇമ്പാക്റ്റും ഇല്ലാത്ത മരണമായിപ്പോയി. ഒരാൾ മരിച്ചു കഴിഞ്ഞിട്ട് വ്യത്യാസം ഓഫീസിൽ പറഞ്ഞ പോലെ ഓരോരുത്തരെ ആറ്റിറ്റ്യൂഡ്. പക്ഷെ ഈ പടത്തിന്റെ ഒരു ടോൺ അങ്ങനെയുണ്ട്, വലിയ കാര്യമൊന്നുമില്ല. പക്ഷെ സത്യം പറയല്ല, എനിക്ക് സാറ്റിസ്ഫാക്ഷൻ തന്ന കുറെ സീൻസ് ഉണ്ടായിരുന്നു. അത് പറയാതിരിക്കാൻ വയ്യ. ഡീപ്പ് കൊന്നപ്പോ ചത്തുപോയി, അത്ര തന്നെ ഉള്ളൂ. നെർഗു അപ്പോഴും നെർഗണം, ഇപ്പോഴും നെർഗണം, അത്ര തന്നെ. പിന്നെ ഓ ഫാദർ മരിച്ചപ്പോ കിട്ടിയൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ഹോംലാൻഡർ ചത്തപ്പോഴേക്കാട്ടും കിട്ടിയ സാറ്റിസ്ഫാക്ഷനെക്കാട്ടും കൂടുതലാ അവന്റെ ലാസ്റ്റ് വന്നുള്ള കുറെ കോണ. അയ്യോ, അവന്റെ ആക്ടിങ് അല്ല, അവന്റെ ക്യാരക്ടറിനോട് ആക്ടിങ് പറയാനില്ല, ക്യാരക്ടറിനോടുള്ള ഒരു ദേഷ്യം. അവൻ ചത്തപ്പണ്ടല്ലേ, പൊട്ടിത്തെറിച്ച് ചത്തപ്പോ എന്തൊരു സാറ്റിസ്ഫാക്ഷൻ അറിയോ. അതേപോലെ ഫൈറ്റ് ലാസ്റ്റത്തെ ഹോംലാൻഡർ മരിച്ചപ്പോ പ്ലീഡ് ചെയ്യുന്ന കുറെ പേര് പറയുന്നുണ്ട്, ഇവൻ ഇങ്ങനൊന്നും മരിക്കാൻ പാടില്ല, ഒരു ക്യാരക്ടറിനെ ഇല്ലാണ്ടാക്കിന്ന്. ആർക്കും മനസ്സിലാവാത്തൊരു കാര്യമുണ്ട്, അവൻ എല്ലാവരും കൊന്നിട്ടുള്ള കണ്ണിന്റെ പവർ വെച്ചിട്ടാണ്. അവന് ഇമ്മൻസ് ആയിട്ടുള്ള സ്ട്രെങ്ത്. അവൻ അടുത്ത് വരുമ്പോ ഇങ്ങനെ കൊല്ലുന്നു, അങ്ങനെയൊക്കെയാണ് കൊന്നിട്ടുള്ളത്. കണ്ണിങ്ങനെ ആക്കിയിട്ട് പിന്നെ സ്പേസ് കൊണ്ടിട്ടിട്ടൊക്കെ കൊന്നിട്ടുള്ളത്. എന്നിട്ട് പറയുന്നത് എന്താ പറയാ, അവൻ ശരിക്കും മാൻ ചൈൽഡ് ആണ്. ലിറ്ററലി അവന് പവർ ഇല്ലെങ്കിൽ ഒന്നുമില്ല, എല്ലാവരും അവനോട് പറയുന്നുണ്ട്. അത് ആർക്കും മനസ്സിലാവില്ല. അവസാനം അവന് പവർ ഇല്ലാണ്ടായി, അവൻ കെഞ്ചുന്ന് കേഴുന്ന്. അത് അവന്റെ ക്യാരക്ടറാണ്. അത് ആരും മനസ്സിലാക്കാത്ത എന്താന്ന് മനസ്സിലാവുന്നില്ല. അല്ലാണ്ട് മറ്റേ എന്താ പറയാ, ലൂസിഫറിൽ ബോബി മരിച്ച പോലെ ഇങ്ങനെ കിട്ടില്ല പോലെ അങ്ങനെ ആവാനുള്ള ഒരാളല്ല ഹോംലാൻഡർ. വിത്തൗട്ട് ദാറ്റ് വി പവർ ഹീസ് നത്തിങ്. നത്തിങ് എന്ന് പറഞ്ഞാൽ നത്തിങ്. അതെല്ലാരും അടിപൊളിയായിട്ട് പറയുന്നുണ്ട്. ബുച്ചർ അങ്ങനല്ല, ബുച്ചർ അതിന് മുന്നേ പവറാ. അതാണ് ഇടിച്ചിടിച്ച് കൊല്ലുന്നത്, അപ്പൊ സാറ്റിസ്ഫാക്ഷൻ. പക്ഷെ എന്താ പറയാ, അത് ഒരു എപ്പിസോഡിൽ ഒതുക്കാണ്ട് അവനക്കൊരു കംപ്ലീറ്റ് സീരീസ് ഒന്ന് വലിച്ചു നീട്ടി ഒന്ന് കിട്ടിലാക്കായിരുന്നു. അവൻ സഫർ ചെയ്യുന്നത് കാര്യം, അവൻ പലരെ കൊണ്ട് സഫർ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഫ്ലൈറ്റിലൊക്കെ പോയിട്ട് ഫ്ലൈറ്റ് ചെയ്ത ഫുൾ ആൾക്കാരെ കൊന്ന്, സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു ഫ്ലൈറ്റ് കട്ട് ചെയ്ത് കൊന്ന്, ഇഷ്ടംപോലെ ആൾക്കാരെ കൊല്ലുന്നുണ്ട്. സോ ഹി കുഡ് ഹാവ് ബീൻ ലൈക്ക് ഡിഡ് ബെറ്റർ. ഓക്കെ, ആ ഡയറക്ടർക്ക് ഒന്നും കൂടി അടിപൊളിയാക്കായിരുന്നു. സത്യം പറയാം, ആന്റണി സ്റ്റാർ, കാൾ ബുച്ചർ, അല്ല കാളർബൻ, രണ്ടുപേരും കിട്ടിയില്ലായിരുന്നു. ടോപ്പ് ലെവല്. പിന്നെ സോൾജർ ബോയിനെ കൊടുന്നായിരുന്നു. അതിന്റെ കാര്യം അറിയില്ല, ഇപ്പോഴേ പറഞ്ഞുതരാം. അത് വോട്ട് അപ്രൈസിംഗ് എന്ന് പറഞ്ഞാൽ അടുത്തൊരു പറഞ്ഞൊരു പ്രീക്വലോ സീക്വലോ വരാണ്ട് അതിക്കുള്ളൊരു പ്രൊമോഷൻ ആയിട്ടാ തോന്നിയില്ല. എന്ത് കാര്യത്തിനാണോ കോപ്പ് അല്ലെങ്കിൽ അത് വന്നിട്ട് കുറെ ടൈം കളഞ്ഞു. സത്യം പറഞ്ഞാൽ ആദ്യത്തെ എപ്പിസോഡ്സ് ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. ആ വൈറസ് പരിപാടി അങ്ങനെ ഇങ്ങനെ. പക്ഷെ അതൊക്കെ നമ്മൾക്ക് കിഡിലൊക്കെയായിരുന്നു. സ്കോർച്ചഡ് എർത്ത് എന്ന് പറഞ്ഞിട്ട് സ്കോർച്ചഡ് റൂം പോലും ഇല്ല. ആ കുറച്ച് സ്ക്രാച്ചഡ് റൂം എന്ന് വേണമെങ്കിൽ പറയാം. കൂടുതൽ എന്താ ഉള്ളത്, ഇറ്റ്സ് ഗുഡ്, ആക്ച്വലി ഗുഡ്, ബട്ട് കുഡ് ഹാവ് ബീൻ എ ലോട്ട് ബെറ്റർ. ലോട്ട് അറ്റ്ലീസ്റ്റ് ഒരു 10 ടൈംസ് അല്ലെങ്കിൽ വേണ്ട ഒരു 5 ടൈംസ് ബെറ്റർ ആക്കായിരുന്നു. പക്ഷെ ലാസ്റ്റ് എപ്പിസോഡ് ബാക്കി റീസെന്റ് ആയി ഇറങ്ങിയ ബാക്കി എപ്പിസോഡിനൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോ ലാസ്റ്റ് എപ്പിസോഡ് വാസ് ടു ഗുഡ്. ഒന്നും പറയാല്ല, ലാസ്റ്റ് എപ്പിസോഡ് വാസ് ഗുഡ്, ആക്ച്വലി ഗുഡ്. ബാക്കിയുള്ള എപ്പിസോഡൊക്കെ നോക്കുമ്പോൾ ലാസ്റ്റ് എപ്പിസോഡിൽ കുറെ മെമ്മറബിൾ മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. എന്തായാലും രണ്ടഭിപ്രായം ഉണ്ടാവും ഉറപ്പാണ് ഈ സീരീസിനൊക്കെ. മേ ബി ഫസ്റ്റ് തുടങ്ങിയിട്ട് ഏറ്റവും വേഴ്സ് എൻഡ് ചെയ്ത സീരീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ട്രേഞ്ചർ തിങ്സിന്റെയും മറ്റേ ഗെയിം ഓഫ് ത്രോൺസിന്റെയും കൂടെ ആഡ് ചെയ്യാനുള്ള അടുത്തൊരു മെമ്മറബിൾ പോയിന്റ് ആയിട്ട് ഇവിടെ വെക്കും. പക്ഷെ ആക്ച്വലി ഞാൻ പറയുകയാണെങ്കിൽ, വീണ്ടും പറയുകയാണെങ്കിൽ, ദിസ് വാസ് വൺ ഓഫ് ദ ഫൈനസ്റ്റ് കോൺസെപ്റ്റ് ദ ഇൻട്രൊഡ്യൂസ്.
സത്യം പറയാം സൂപ്പർ ഹീറോ ഫെറ്റിക്ക് നേരിട്ടുണ്ടായിരുന്ന ഒരു ടൈമില് ആ നേരിട്ടുണ്ടായിരുന്ന ടൈമാണോ അതിന് മുന്നാണോ ആ ടൈമിലാണ് ഇവന്മാര് ഈ ഒരു കോൺസെപ്റ്റ് ഇറക്കിയോണ്ട് എന്ത് കിട്ടില്ല കോൺസെപ്റ്റ് അറിയാം. എനിക്ക് എത്ര ഫ്രണ്ട്സിനോട് പറഞ്ഞിട്ടുണ്ട് വാച്ച് ചെയ്യുമ്പോ എന്റെ മോനെ കിട്ടില്ല സാധനം കണ്ടോണ്ടിരിക്കുമ്പോ ഓരോ എപ്പിസോഡും കണ്ടോണ്ടിരിക്കുമ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാര്യം ഇമാതിരി ഒരു കോൺസെപ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എല്ലാരും പിടിച്ച് നോക്കുന്നുണ്ട്. അത് ത്രൂ ഔട്ട് ഈ ഇതിൽ തന്നെ പിടിച്ചിട്ട് മതങ്ങളെയും എല്ലാരെയും പിടിച്ച് നോക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു സെൻസ് കാണും. എല്ലാത്തിനും പോയി ഒഫൻഡഡ് ആവാൻ നിന്ന് അങ്ങനെ ഉണ്ടാവും. ഇതില് പല മതങ്ങളെയും പിടിച്ച് നോക്കുന്നുണ്ട്. അതേപോലെ എന്താ പറയാ ആൾക്കാരെ ഓപ്പൺ ആയിട്ട് എലോൺ മസ്കിനെ ചെറുതായിട്ടൊന്ന് സ്പേസിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അങ്ങനെ അങ്ങനെ കുറെ പരിപാടികളാക്കണ്ട്. സ്ഥിരം ട്രംപാണ്. ഈവൻ നെതന്യാഹുലി സിക്സ്ത് ഫിംഗർ അതുവരെ ഊക്കിണ്ടായിരുന്നു. അത് എങ്ങനെ ഇവന്മാർക്ക് പിടികിട്ടിയത് എനിക്കറിയില്ല. പക്ഷെ സംഭവം കിഡ്ലനായിരുന്നു. പക്ഷെ കിഡ്ലൻ ത്രൂ ഔട്ട് ദ സീരീസ് ഇറ്റ് വാസ് ഗുഡ് ബട്ട് ദ ലാസ്റ്റ് സീസൺ വാസ് ലൈക്ക് വുഡ് ഹാവ് ബീൻ ലോട്ട് ബെറ്റർ. പിന്നെ ജെൻവി കോപ്പിലെ പരിപാടി വെറുതെ ടൈമും കളഞ്ഞ് എന്ത് തേങ്ങക്കാണ് നിങ്ങൾ അത് ഇറക്കി വിട്ടത്? ആ വണ്ടി ഓടിക്കാൻ വേണ്ടിട്ടോ? ആ വണ്ടി ഓടിക്കാനാണോ നിങ്ങൾ ആ ജെൻവിത്തെ പിള്ളേരെ കൊടുന്നേ? ഈശ്വര വെറുതെ ടൈം പോയി. ഇത് കണ്ടാലത് കാണാൻ പറ്റൂ മാങ്ങ തൊലി എന്ത് കളക്ഷനാണ് ഉണ്ടായത്? എന്ത് ദ്രോഹമാണ് ചെയ്തത്? ജാൻവി കോപ്പ് ഓരോരോ പ്രീക്വലും സീക്വലും ഇത് മാർവലിന്റെ അവസ്ഥയാണ്. ഒരു ആവശ്യമില്ലാണ്ട് സീരിയൽക്കൊക്കെ ഇറക്കി വിട്ടിട്ട് എന്ത് തേങ്ങക്കാണ്? വല്ല കണക്ഷനും ഉണ്ടോ? ഹൽക്കിനെ പവറിലാണ്ടാക്കിയ പോലെ. ശരി എന്നാ എന്തായാലും ബൈ.